മിനിസ്റ്റർ, ഒരു ആവശ്യം ഈ കുടുംബവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സഹോദരി അഞ്ജു പറഞ്ഞത്, ഇനി ഇത് നമ്മളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അവർക്കത് അവിടെ ഏകോപിപ്പിക്കുന്നതിന് ഉള്ള പരിചയമൊന്നും കാര്യമായിട്ടില്ല. നമുക്ക് അങ്ങനൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമല്ലോ? കാര്യം ഇന്നലെ ജിതിൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നൊരു സാഹചര്യമുണ്ടായി. നമുക്ക് അത്തരം എഫേർട്ടുകൾ ആ കുടുംബത്തിന് ഒറ്റയ്ക്ക് നടത്തുക സാധ്യമല്ല. തീർച്ചയായും ജില്ലാ ഭരണകൂടം സഹായിക്കും. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പിന്തുണ നമുക്ക് ആ കുടുംബത്തിന് കൊടുക്കാമല്ലോ അല്ലേ? കാരണം ഈ തെരച്ചിൽ ഏത് വഴിക്ക് പോയാലും ഏത് നിമിഷം അവസാനിക്കുകയോ തുടരുകയോ ചെയ്താലും നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകുമല്ലോ. ഞാൻ കേസ് കൊടുക്കുന്ന കാര്യമല്ല, അതുമായി ബന്ധപ്പെട്ട ബാക്കി തുടർ നടപടികളുണ്ടല്ലോ. അല്ല, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയ ഒരു നീക്കമാണ് നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരവും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ശ്രമിച്ചിരുന്നു. നമ്മളാൽ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ താങ്കൾ ചോദിച്ചതുപോലെ ഈ കാര്യത്തിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല മിനിസ്റ്റർ, ഞാൻ അതല്ല ചോദിച്ചത്. എഫ്ഐആർ ഈ IRBക്കെതിരെയാണ്, കരാർ. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിച്ചത് മിനിസ്റ്റർ. കേസിനെ കുറിച്ച് അവർക്കിപ്പോൾ അഭിപ്രായങ്ങളൊന്നുമില്ല. തുടർ നടപടികളെന്ന് ഉദ്ദേശിച്ചത് കാരണം ഇതൊരു മിസ്സിംഗ് കേസായിട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യത ഏറി വരികയാണല്ലോ നമ്മൾ കണ്ടെത്താതെ പോകുന്ന സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായ കുടുംബത്തിന് അതിനകത്തൊരു ഉത്തരം വേണം, ഒരു ലീഗലായിട്ടുള്ളൊരു. അല്ല, അതിൻ്റെ നിയമവശം താങ്കൾ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു മിസ്സിംഗ് ആയിട്ടാണ് ഇത് നിൽക്കുക. അപ്പോൾ ആ മിസ്സിംഗ് കേസിന് പ്രാബല്യം ഉണ്ടാകും. തീർച്ചയായിട്ടും അവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബവുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്നതാണ്. എനിക്കും നന്നായി അറിയുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഇവിടെയുണ്ട്. അദ്ദേഹവുമായി ഇന്നലെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ സാധ്യമായ എല്ലാ സഹായവും കുടുംബത്തിന് ചെയ്യുക എന്ന നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന പുറക്കാണ് എവിടേക്കോ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കണമെന്ന് സംസാരിക്കുന്നത് ആ ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു ഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ അന്വേഷണം നടത്തുക, തെരച്ചിൽ തുടരുക, അർജുനെ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുക എന്ന ഒരു വിഷയത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്.